പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ അവിടെ ദൈവത്തിന് മഹത്വം ദൈവം വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെപ്പോഴും പറയുന്നത്, നമ്മൾ പാടുന്നതാണ് യഹോവ റാഫ. യഹോവ റാഫയുടെ പ്രത്യേക വിശേഷം എന്താണ്? നമുക്ക് സൗഖ്യം തരുന്നതാണ്. പ്രിയപ്പെട്ട, ഇവിടെ ഇന്ന് പല മേഖലയിലും സൗഖ്യം ആവശ്യമുള്ള വ്യക്തികളുണ്ട്. ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിലായിരിക്കും, മനസ്സിലായിരിക്കാം, ആത്മാവിലായിരിക്കാം, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെയെല്ലാം സൗഖ്യം തരാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ നാമമാണ് യഹോവ റാഫ. നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് വായിച്ച സിസ്റ്റർ, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും. അപ്പോൾ ഈ സൗഖ്യം വേണമെന്ന് പലവർക്കും സൗഖ്യം വേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം അങ്ങോട്ട് കാണാപ്പാടം പഠിച്ച് അങ്ങോട്ട് പറയുക, അല്ലേ? ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ വാസ് ഹീൽഡ് എന്ന് വളരെ വ്യക്തമായിട്ടും സ്വരത്തിലും ഉച്ചത്തിലും പറയുകയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം സൗഖ്യം തരുന്ന സൗഖ്യദായകനായ യഹോവ റാഫയെ നിങ്ങൾ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. ആ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധാപൂർവം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന് വായിച്ചേ. നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഐ ആം യഹോവ റാഫ എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, അപ്പൊ യഹോവ റാഫയുടെ ആ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കാണാപ്പാടം പഠിച്ചിട്ട് കൊള്ളുകയില്ല. കാണാപ്പാടം പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്താലും അനുസരിച്ചാലും മതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അപ്പോൾ വെൻ യു ക്വാളിഫൈ for the presence of God as Jehovah Rapha in your life, you will find that you will be getting a healing in your life. Hallelujah. അത് ദൈവത്തിന്റെ ഒന്നും കൂടെ വായിക്കത്. കാരണം പലപ്പോഴും ഒരു ഹീലിംഗ് വേണം, ഒരു സൗഖ്യം വേണമെന്നുണ്ടെങ്കിൽ അപ്പം പറയും ബൈ ഹിസ് സ്ട്രൈപ്സ് വി വർ ഹീൽഡ് എന്ന് പറയുക. തീർച്ചയായിട്ടും അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. പക്ഷേ ആ അനുഗ്രഹം, ആ മഹത്വം, നേരത്തെ നമ്മൾ കേട്ടല്ലോ, ലാസറസ് മരിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഈ രോഗം മരണത്തിലേക്ക് നയിക്കുന്നതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വായിക്കേ. അവിടെ അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ മോശയോട് ദൈവം വാഗ്ദാനം ചെയ്തില്ലേ, നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ മഹത്വം കാണിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മുമ്പിലും ദൈവത്തിൻ്റെ മഹത്വം നമ്മൾക്ക് കാണുവാൻ പറ്റും. പിന്നെ വേറൊരു ദൈവത്തിൻ്റെ ഒരു വിശേഷം, മഹത്വം നമ്മൾ കാണുന്ന ഒരു മേഖലയാണ്, നമ്മൾക്ക് എല്ലാവർക്കും വിജയം വേണം. ആരൊക്കെയുണ്ട് ഇവിടെ തോൽവിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പരാജയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വല്ലവരുമുണ്ടോ? ആരും കാണുകയില്ല. എല്ലാവർക്കും വിജയം വേണം. വിജയം നല്ലത്, തീർച്ചയായിട്ടും വിജയം വേണം. വിജയം തരുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു നാമമുണ്ട്, അതാണ് യഹോവ നിസ്സി എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം 15-16 വചനങ്ങൾ. The Lord is my banner, Jehovah Nissi. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വെനിസി എന്ന് പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അവിടെ അന്ന് ഒരു പോരാട്ടം നടന്നു. ആരുമായിട്ട്? അമലേക്കുകാരുമായിട്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ ഒന്ന് വായിച്ച് ഇംഗ്ലീഷിലൊന്ന് വായിക്കാതെ, കാരണം അന്ന് ആ കാലത്ത് അന്ന് ഒരു സംഭവം മാത്രമല്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്ത ആ വിക്ടറി ഈസ് കണ്ടിന്യൂയിങ്. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ആൻഡ് മോസസ് ബിൽഡ് an altar and called its name, the Lord is my banner. For he said, because the Lord has sworn, the Lord will have war with Amalek from generation to generation. From generation to generation. അപ്പോൾ ഇന്നും പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമാണ്.
നമ്മൾക്ക് വേണ്ടി പോരാടുക മാത്രമല്ല, അവിടെ നമ്മൾക്ക് വിജയം നേടിത്തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ പേരാണ് ജെഹോവ നിസ്സി. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ദൈവത്തിൻ്റെ കൂടെയായിരിക്കണം. അപ്പോഴാണ് റോമൻസ് ലേഖനത്തിൽ പറയുന്നത്, ദൈവം നമ്മളുടെ പക്ഷേയെങ്കിൽ ആർക്ക് നമ്മളുടെ എതിര് വരാൻ പറ്റും? ഇഫ് ഗോഡ് ബി ഫോർ us, ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് us എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് ആയിരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം ഫ്രം തലമുറ മുതൽ തലമുറ വരെ ദൈവം നമ്മൾക്ക് വിജയം മാത്രമേ തരികയുള്ളൂ. പിന്നെ നമുക്കറിയാം വേറെ ദൈവത്തിൻ്റെ ഒരു വിശേഷം. നമുക്ക് പുറപ്പാട് ലേവ്യരുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം 7-8 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എ സാങ്ക്ടിഫയർ, എ പേഴ്സൺ, എ ഗോഡ് ഹു സെപ്പറേറ്റ്സ് us. എന്ന് വായിച്ചേ. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാക്കുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. ആ ദൈവത്തിന്റെ നാമമാണ് ജെഹോവ മക്കഡേഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവം വിശുദ്ധീകരിക്കുകയാണ്. നമുക്കറിയാം ദൈവത്തിന്റെ വചനം കൊറിന്ത്യൻസ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സെപ്പറേറ്റ് യുവർ സെൽഫ്, അല്ലേ, നിങ്ങൾ അവരിൽ നിന്ന് വേർതിരിയുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എൻ്റെ മകനും മകളുമാകുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വേർപാട്, ഒരു സെപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുമ്പോഴാണ് ജെഹോവ മക്കഡേഷിൻ്റെ ആ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ പറ്റുക. പിന്നെ ന്യായാധിപന്മാർ, ജഡ്ജസ് 6-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ അവിടെയും ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വായിക്കുക സിസ്റ്ററെ. ജെഹോവ ഷലോം. ജെഹോവ ഷലോം ആരുടെ ജീവിതത്തിലാണ്? അവിടെ വചനത്തിൽ പറയുന്ന ഗിഡിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. നമുക്കറിയാം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മുന്തിരിച്ചക്കിൽ എന്ത് ചെയ്യുകയായിരുന്നു? മുന്തിരിച്ചക്കില് മെതിക്കുകയായിരുന്നു. മുന്തിരിച്ചക്കിൽ ആരാ മെതിക്കുക? സാധാരണ നമ്മൾ നെല്ല് മെതിക്കുക എന്ന് വെച്ചോ. നെല്ല് മെതിക്കുന്നത് എവിടെയാണ്? ചക്കിലാണോ അതോ ഓപ്പൺ ഗ്രൗണ്ടിലാണോ മെതിക്കുക? ഓപ്പൺ ഗ്രൗണ്ടിലാണ്. പക്ഷെ അവിടെ മുന്തിരിച്ചക്കിൽ മെതിക്കാൻ കാരണം എന്താണ്? മേഡിയനൈസ് എന്ന് പറയുന്ന മേദിയർ അവരെ ഭയന്ന് മുന്തിരിച്ചക്കിലാണ് ഗിഡിയോൻ മെതിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പേടിച്ച് ഭയന്ന് ജീവിച്ച ഒരു വ്യക്തിയെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന് വായിച്ചേ. ഗിദിയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ഷാലോം എന്ന് പേരിട്ടു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നുമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. വളരെ ഭയത്തിൽ ജീവിച്ച ആ ഗിഡിയോൻ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തപ്പോൾ ആ ഭയമെല്ലാം മാറിയിട്ട് ആ മീഡിയനൈറ്റ്സിനുമായിട്ട് പോരിടുകയും അവിടെ ഒരു വിജയം നേടുകയും ചെയ്തിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടിരുന്നു. അങ്ങനെ ജെഹോവ ഷാലോം എന്ന് പറയുന്ന ദൈവത്തെ അവന് മനസ്സിലാക്കുവാൻ പറ്റി. പിന്നെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ ജെഹോവ സിദ്കനു, ദ ലോർഡ് ഇസ് മൈ റൈച്ചസ്നെസ്, നമ്മളെ നീതീകരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുന്നു. ഒന്ന് വായിച്ചേ. ജെറമ്യാ പ്രവാചകൻ 23:6. അവന്റെ നാളുകളിൽ യൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. അപ്പോൾ എങ്ങനെ രക്ഷിക്കപ്പെടുക? ഇന്ന് പലപ്പോഴും പല വ്യക്തികളും പലയിടങ്ങളിലും രക്ഷ തേടുന്നത് എവിടെയാണ്? നിയമം അനുസരിച്ച് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ അവിടെ പറയുന്നത് അവന്റെ നാമത്തിൽ മാത്രമേ അവർ രക്ഷ പ്രാപിക്കുകയുള്ളൂ. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. കർത്താവാണ് ഞങ്ങളുടെ നീതി. അപ്പോൾ നമ്മൾക്ക് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കാൻ ആര് വഴിയാണ്? യേശു കർത്താവ് വഴി മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെയും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ അവിടെയും ജെഹോവ സിദ്കനുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യൂദ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. അപ്പൊ നമ്മളുടെ നീതി ആരാണ്? കർത്താവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവം പറയുന്നുണ്ട്, അല്ലേ? എന്താണ്? പാപമറിയാത്തവനെ ദൈവം പാപമാക്കി. എന്തിനു വേണ്ടി? അവന്റെ നീതി. He who knew no sin was made sin for us that we might become the righteousness of God in him. ഒന്ന് വായിച്ചത്. എന്നാൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് പാപമറിയാത്തവനെ
നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തു വഴി മാത്രമാണ്. അതാണ് ജഹോവ സിക്കനു. പിന്നെ നമുക്കറിയാം സങ്കീർത്തനം 23-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വേറെ ഒരു വിശേഷം വെളിപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ് ഓർ ജഹോവ റോഹി എന്ന് വായിച്ചേ. നല്ല ഇടയൻ. ആ ഇടയനുള്ളപ്പോൾ നമുക്ക് എന്തിനും കുറവുണ്ടാകുമോ? ഇടയനുള്ളപ്പോൾ ഒരു കുറവും ഉണ്ടാകുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, ആമേൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ണും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എന്നേക്കും വസിക്കും. ഇതിൽ കൂടുതൽ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് ദൈവം തരിക? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജഹോവ റോഹി ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ് എന്ന് പറയുന്ന ആ ദൈവത്തെ നമുക്ക് വ്യക്തിപരമായി അറിയുമെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പറ്റും. പിന്നെ നമുക്കറിയാം ജഹോവ ഷമ്മ. എസെക്കിയേൽ പ്രവാചന പുസ്തകം 48-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ അവിടെ ജഹോവ ഷമ്മ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ കുറിച്ചുള്ള വിശേഷത്തെക്കുറിച്ച് അറിയാം. നമുക്കറിയാം ജഹോവ ഷമ്മ എന്ന് പറയുന്നത് ദ ലോർഡ് ഇസ് there, that is the presence, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഒന്ന് വായിച്ചേ. നഗരത്തിൻ്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ്വെഷാമ എന്നായിരിക്കും. ജഹോവ ഷമ്മ എന്ന് പറയുന്നത് ദൈവം, ദ ലോർഡ് ഇസ് ദെയർ. അപ്പം നമ്മുടെ ജീവിതം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ 14, 15, 15 വായിച്ചു കേട്ടപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞില്ലേ, ഇഫ് യുവർ പ്രസൻസ് ഡസ് നോട്ട് ഗോ വിത്ത് us, ഡു നോട്ട് ടേക്ക് us up from here എന്ന് പറയുന്ന ആ ഷമ്മ എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുകയും ആ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. പ്രിയപ്പെട്ട അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുത്തി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം മോശയ്ക്ക് അല്ലെങ്കിൽ നമ്മൾക്കും ഇപ്പോൾ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിലൂടെയാണ്, അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടത്? If we are created for the glory of God, നമ്മളുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വിശേഷം അല്ലെങ്കിൽ സ്വഭാവം മറ്റുള്ളവർ കാണുവാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ. Are you with me? Hallelujah. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിൽ കൂടെയാണെങ്കിൽ, എന്നെ സൃഷ്ടിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് മറ്റു വ്യക്തികൾ കാണണം. അല്ലാതെ എനിക്ക് ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണെന്നും പറയുകയും എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം ആർക്കും കാണുവാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലൂടെ മഹത്വം കൊടുക്കുന്നില്ല. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറയും, ദാറ്റ് യു ലെറ്റ് മീ ഡൗൺ, ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിച്ച പ്രവൃത്തികളൊന്നും നീ ചെയ്തില്ല, നിൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മഹത്വം തന്നില്ല എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ പ്രവൃത്തിയിലൂടെയും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പിന്നെ നമുക്കറിയാം ഈ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ആ ദൈവത്തിന് നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, എങ്ങനെയാണ് അനോയിന്റിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. മഹത്വത്തിൻ്റെ ഫലമാണ് ആത്മാവിൻ്റെ
ശക്തി, അഭിഷേകം. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ആ ദൈവത്തിന്റെ അഭിഷേകം വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് ശക്തി കിട്ടുകയുള്ളൂ. ഒന്ന് വായിക്കാമോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ശക്തി കിട്ടുന്നത്? സാക്ഷികളാകുവാനുള്ള ശക്തി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉള്ളപ്പോൾ, ആത്മാവ്, when the power of the Holy Spirit comes upon you. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചന പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ്? ഇറ്റ് ഇസ് നോട്ട് ബൈ മൈറ്റ്, ഇറ്റ് ഇസ് നോട്ട് ബൈ പവർ, ഇറ്റ് ഇസ് ബൈ മൈ സ്പിരിറ്റ് says the Lord of hosts. ഒന്ന് വായിക്കാവോ? സക്കറിയ 4:6. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളിച്ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, For as many as are led by the Spirit of God are sons of God. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, പുത്രികളാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ you must be led by the Spirit of God. അതുകൊണ്ട് പിന്നെ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ അവിടെയും പറയുന്നുണ്ട്, The Holy Spirit will come upon you and the power of the highest will overshadow you. ദൈവത്തിന്റെ സാന്നിധ്യം. ഒന്ന് വായിക്കുക സിസ്റ്റർ, ലൂക്ക 1:35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് നമ്മൾക്ക് വേണ്ടത് ആ ദൈവത്തിന്റെ ദ പവർ ഓഫ് ഗോഡ് ഇൻ ആർ ലൈഫ്സ്. ആ പവർ ഓഫ് ഗോഡ് വരുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, മോശയ്ക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം 34 മുതൽ 38 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ആ ജനം അന്ന് ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസരിച്ചാണ് അവർ ഒന്നെങ്കിൽ താളമടിക്കുക അല്ലെങ്കിൽ അവർ യാത്ര തുടങ്ങുക. എല്ലാം ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരുന്നു. ഒന്ന് വായിച്ച പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം 34 മുതൽ 38 വരെ. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം ആ മരുഭൂമിയിലൂടെ പോയപ്പോൾ അവരെ നയിച്ചത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു, ദ പ്രസൻസ് ഓഫ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. അങ്ങനെ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യുവാൻ നമ്മൾ ചെയ്യരുത്. പിന്നെ 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 20 മുതൽ 22 വചനം വായിക്കുകയാണെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് വായിച്ച്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ. ആരിലാണ്? ക്രിസ്തുവിൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും ആചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, നമ്മൾ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സമീപസ്ഥനാണ്. He will give you the Holy Spirit. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നത്, and you will seek me and find me when you search for me with all your heart. ഒന്ന് വായിച്ചേ.
നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്നെ കണ്ടെത്തുവാനായിട്ട് ഞാൻ ഇടയാക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-17 വചനങ്ങളൊന്ന് വായിക്കുക സിസ്റ്ററെ. അവിടെയും പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. That is, he dwells with you. പിന്നെ നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. He is in you. അപ്പോൾ ഒന്ന് dwells, നമ്മളിൽ വസിക്കുന്നു. വസിക്കുന്നത് എപ്പോഴാണ്? വസിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെട്ട് ആ യേശു ആ രക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹീ ഡ്വെൽസ് ഇൻ അസ്. പിന്നെ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹീ ഈസ് ഇൻ അസ്, നമ്മളിൽ വസിക്കും. അപ്പോൾ ഒന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് ആ രക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹീ ഡ്വെൽസ്, ഹീ കംസ് ആൻഡ് ഡ്വെൽസ് ഇൻ യു, നമ്മളിൽ വസിക്കുന്നു. രണ്ടാമത് എന്താ പറയുന്നത്? നിങ്ങളിൽ ആയിരിക്കുന്നു. മൂന്നാമതൊന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത് 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നത്, ദ സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, നിങ്ങളിൽ മുകളിൽ ആയിരിക്കും. ദാറ്റ് ഇസ് ദി അനോയിൻറ്റിങ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ശക്തി അനുഭവിക്കുവാൻ പറ്റുക. സോ ഹി ഡ്വെൽസ് ഇൻ യു, ഹി ഈസ് ഇൻ യു ആൻഡ് ഹി വിൽ ബി അപ്പോൺ യു. അപ്പോൺ യു എന്ന് പറയുന്നതാണ് ഈ ഡ്വെൽസ് ഇൻ യുവും ഈസ് ഇൻ യുവിൻ്റെ ഫലമാണ് ഈസ് അപ്പോൺ യു എന്ന് പറയുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുക മാത്രമല്ല അത് അതിലൂടെ ആ ശക്തിയിലൂടെ പ്രവർത്തിക്കുവാനും പറ്റുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയൊരു വ്യക്തിയായി തീരും. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 സാമുവേൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ 1 സാമുവേൽ 10-6 വചനം വായിക്കുകയാണെങ്കിൽ അവിടെ സോൾ എന്ന് പറയുന്ന രാജാവിനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ വചനം പറയുന്നുണ്ട് ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, സോളിന് അത് സംഭവിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കും എൻ്റെയും ജീവിതത്തിൽ അത് സംഭവിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു സൃഷ്ടിയാകും. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. എപ്പോഴാണ്? ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ആവസിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഗലാത്യക്കാരുടെ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന് വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. No longer I who live, but Christ lives in me. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലൂടെ വരുമ്പോൾ when the presence of God comes in our lives, you will find that we become a changed person. നമ്മളൊരു പുതിയ വ്യക്തിയായിരിക്കും. എങ്ങനത്തെ വ്യക്തിയാണ്? ശക്തിയുള്ള വ്യക്തി. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനത്തിൽ പറയുന്നത്, you do not have a spirit of fear, but you have a spirit of adoption by which you can cry out, Abba, Father എന്ന് പറയും. ഒന്ന് വായിച്ചേ. റോമാക്കാരുടെ ലേഖനം 8:13-14. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്.
നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവ് അല്ല അല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അത് ആ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് എന്താണ്? അതിന്റെ ഏറ്റവും വലിയ അടയാളം നമ്മളുടെ ബന്ധങ്ങൾ മാറുകയാണ്. നമ്മൾ പണ്ട് ആരുടെയോ ഒരു മകനായിരുന്നായിരിക്കും. നമുക്കറിയാം യോഹന്നാൻ ലേഖനം 8-ാമത്തെ അധ്യായം 44-ാമത്തെ വചനത്തിൽ ഒരു പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? പിശാച് എന്ന് പറയുന്ന പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അതെല്ലാം മറന്ന്, അതെല്ലാം മാറ്റി വിട്ട്, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ന് നമുക്ക് വേറൊരു ബന്ധമാണുള്ളത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിതാവിനെ എന്താണ് വിളിക്കുന്നത്? അബ്ബാ പിതാവേ എന്ന്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ആബാ പിതാവേ എന്ന് വിളിക്കും. അപ്പോൾ അവിടെ ഒരു പുതിയൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എവിടെയാണ്? അതിൻ്റെ ഉത്ഭവം എവിടെയാണ്? ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തോട് വരുമ്പോൾ. ഫോർ ആസ് മെനി ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ സൺസ് ഓഫ് ഗോഡ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം നയിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കണം. ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.